എടോ അനീഷ്, താൻ എന്നാണോ വന്ന് ഇങ്ങോട്ട്? ഞാൻ 2022 സെപ്റ്റംബർ ഒക്ടോബർ ഓണത്തിന് ഓണം കഴിഞ്ഞിട്ട്. ഓണം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ഫസ്റ്റ് ഞാനും അച്ഛനെ നേരത്തെ കോണ്ടാക്ട് അപ്പൊ ഞങ്ങളിങ്ങനെ വിളിച്ചൊക്കെ ചോദിച്ചു നീ എപ്പോഴാ വന്നേന്നൊക്കെ. അപ്പൊ ഞാനും അച്ഛനെ ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് അവള് ക്ലാസ്സിലേക്ക് പോയി, ഞാൻ പിന്നെ ഹോസ്റ്റലിൽ പോയി അവിടെ ലഗേജ് ഒക്കെ വെക്കാൻ. അവിടെ ചെന്നപ്പോഴാണ് ലീനെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടും ലൈബ്രറിയിൽ കയറിയേക്കണം നമ്മുടെ കോളേജിലെ ലൈബ്രറിയിലാണ്. കണ്ടിട്ട് ഒരു 2 നിലകളിലായിട്ട് താഴെ റെഫറൻസ് ആയിട്ടും മേളിൽ നമുക്ക് നമ്മുടെ പൊതുവെ എടുത്ത് വായിക്കാൻ പറ്റുന്നത് അവിടെ വെച്ച് വായിക്കാവുന്നത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വായിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യം നമ്മുടെ ലൈബ്രറിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഏറ്റവും വലിയൊരു ബുക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ലൈബ്രറി തന്നെ നമ്മുടെ കോളേജിലെ ലൈബ്രറിയെ പറ്റി പറയണമെന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് അറിവ് ശേഖരിക്കാനുള്ള നല്ല അവസരങ്ങളാണ് അവിടെ ലഭിക്കുന്നത്. നല്ല അന്തരീക്ഷമാണ്, വായിക്കാനും നല്ല തണുപ്പും നല്ല സ്വസ്ഥവും നല്ല നിശബ്ദവുമായ അന്തരീക്ഷമാണ്. വായിക്കാനും എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ കോളേജിൽ മിസ് ചെയ്യാനാണ് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫ്രണ്ട്സുണ്ട്, ക്ലാസ് റൂമുണ്ട്, ക്യാൻറ്റീനുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ കോളേജിലെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യും ഇവിടെ നിറയെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പെട്ടെന്നാണ് പോയത്. തീർത്തും അപരിചിതരായിട്ട് വന്ന നമ്മൾ ഇപ്പോൾ ഒരു കുടുംബം പോലെ ആയില്ലേ. ശരിക്കും അത് മിസ് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത്. അധ്യാപകർ നന്നായി പഠിപ്പിക്കുകയും ഞങ്ങളുടെ സുഹൃത്തിനെ പോലെയും സഹോദരിയെ പോലെയും അമ്മയെ പോലെയും ഞങ്ങളുടെ ഒപ്പമായിരുന്നു. ഞങ്ങളിൽ ഒരാളായിട്ടാണ് ഞങ്ങളുടെ കൂടെ ആയിരുന്നത്. बाबरा मंदिर